അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ടി.പി. അബ്ദുള്ളക്കോയ മദനി, ഇവിടെ ആമുഖ സംസാരം നിർവഹിച്ച സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ, ഇതിന് ശേഷം ഇവിടെ പ്രസംഗിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് മുഹമ്മദ് ബാബു സേഠ്, ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പീഡിയേക്കൽ, MSMൻ്റെ ജില്ലാ സെക്രട്ടറി റിനാസ് സലാഹി, MGMൻ്റെ ജില്ലാ സെക്രട്ടറി സുബൈദ നൗഷാദ്, തുടർന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്ന പണ്ഡിതന്മാരായ അഹമ്മദ് അനസ് മൗലവി, അനസ് നദ്വി തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇതുപോലുള്ള ഒരു കൺവെൻഷൻ ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ ജില്ലയുടേതായി മതിലകത്ത് വെച്ച് നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ടത് കൊണ്ടാണ് ഇതിലാദ്യം നിങ്ങളോട് 2-3 മിനിറ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നേരത്തെ സംസാരിച്ച മജീദ് സലാഹിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുമെല്ലാം ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്നൊരു പുതിയ ശീർഷകത്തിലാണ് നമ്മളുടെ ഈ പരിപാടി നടക്കുന്നത്. അത് അധാർമികതയ്ക്കെതിരെയുള്ള നവോത്ഥാന മുന്നേറ്റം എന്നതാണ് നമ്മുടെ ശീർഷകം. ഇതിൽ ഏറ്റവും വലിയ അധർമ്മം, ഒരുപാട് അധർമ്മങ്ങളുണ്ട്, അധാർമികതകളുണ്ട് സമൂഹത്തിൽ. അതിൽ ഏറ്റവും വലിയ അധാർമികത അല്ലെങ്കിൽ അധർമ്മം എന്ന് പറയുന്നത് ശിർക്കാണ്. അതിനെതിരെയുള്ള സമരമാണ് ഏറ്റവും കൂടുതൽ ശക്തമായ സമരം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം മുതൽ ഇന്നും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കുന്നതും അതുതന്നെയാണ്. അതിനാണ് ഏറ്റവും വലിയ മുൻഗണന. ആ അധാർമികത എന്ന് പറയുന്ന, അധർമ്മം എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ ഭാഷയാണത്. ഇന്ന ശിർക ലദുൽമുൻ അലീം. തീർച്ചയായും ഷിർക്കാണ് ഏറ്റവും മാരകമായ അധർമ്മം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതുതന്നെയാണ്. ഈ സമൂഹത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ നിന്നെല്ലാം വ്യതിരിക്തമായി ശുദ്ധമായ തൗഹീദ്, ഷിർക്കിൻ്റെ ലാഞ്ചനയില്ലാത്ത വിശ്വാസം, അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അതിലൂടെ നേരിടേണ്ടി വരുന്ന എല്ലാം നേരിടുക, അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ പ്രവർത്തനം കൂടുതൽ സുസജ്ജവും സുശക്തവുമാക്കി സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ അണികളെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ജില്ലാ കൺവെൻഷനുകളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടമാടുന്ന എല്ലാ അധർമ്മങ്ങൾക്കെതിരെയും മുജാഹിദ് പ്രസ്ഥാനം വിരൽ ചൂണ്ടിയിട്ടുണ്ട്, വിരൽ ചൂണ്ടുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പല കാര്യങ്ങളും. അതിൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനത്തിൽ നാം കൂടുതൽ സജീവമുള്ളവരാവുക, ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുക. അതാണ് ഈ കൺവെൻഷൻ്റെ സന്ദേശം. വിഷയാധിഷ്ഠിതമായി ഒരു വിഷയം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. മജീദ് സലാഹി അവതരിപ്പിച്ച വിഷയം സംഘടനയെക്കുറിച്ചും സംഘടനാ ബോധത്തെക്കുറിച്ചും നാം എങ്ങനെയായിരിക്കണം ഇക്കാലത്ത് എന്ന് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ആ സംസാരത്തിൽ തന്നെ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. ഇനി അതിനുശേഷം 2 വിഷയങ്ങൾ കൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൺവെൻഷൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണോ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുക. ഇവിടെ MGMൻ്റെ പ്രവർത്തകർ ധാരാളമായി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ കൂടുതൽ സജീവമായി ഈ കുടുംബങ്ങളിൽ നിന്ന് ശിർക്കും ബിദ്അത്തും ഒക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള
അങ്ങേയറ്റത്തെ നീക്കം കുടുംബങ്ങളിലൂടെ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ കഴിയുക സ്ത്രീകൾക്കാണ്. MGM ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റണം. അതുപോലെ തന്നെ നമ്മുടെ യുവജന വിഭാഗമായ ISM, വിദ്യാർത്ഥി വിഭാഗമായ MSM, വിദ്യാർത്ഥി വിഭാഗമായ MSMൻ്റെ സംസ്ഥാന സമ്മേളനം നവംബറിൽ വരികയാണ്. ISMൻ്റെ ഒരുപാട് പരിപാടികൾ, പ്രത്യേകിച്ച് ഈ കാലത്ത് ഏറ്റവും ഈ നാളുകളിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ശ്രദ്ധേയമായ 3-4 സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ISM. അതിൻ്റെ ഭാഗമെന്നോണമാണ് നേരത്തെ നൂർഷക്ക് അവിടെ സൂചിപ്പിച്ച തമ്മനത്ത് നടന്ന പരിപാടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണമെന്നും വളരെ കൃത്യമായി ചടുലമായി മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ 4 ഭാഗങ്ങളിലായി ISM ആ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ പിറന്നു കഴിഞ്ഞാൽ ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ, അത് കഴിഞ്ഞാൽ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ലാത്ത ജീവൻ നയിക്കുമ്പോൾ പ്രവാചകനെ എങ്ങനെയാണ് നാം അനുധാവനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക, ആ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ISMൻ്റെ പരിപാടി. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, കേരള നദ്വത്തുൽ മുജാഹിദീൻ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ആ പോക്കിൽ ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നു നമ്മളുടെ ഈ കൺവെൻഷനുകൾ. ഈ കൺവെൻഷൻ്റെ ആദ്യന്തം വിഷയങ്ങൾ ശ്രവിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സ് അലങ്കോലമാകാത്ത നിലയിൽ നിങ്ങൾക്ക് ചായയും സംഗതികളും ഒക്കെ നിങ്ങളുടെ ഇരിപ്പിടത്തേക്ക് എത്തിച്ചു തരും. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒന്നിനും വേണ്ടി നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് സദസ്സിൻ്റെ ആ മേന്മ, അതിൻ്റെ ആ നന്മ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഒരു സഹോദരി തലകറങ്ങി വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുമാറാകട്ടെ, പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ മുന്നേറുക. നമ്മളുടെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് തുറന്ന പ്രവർത്തനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് നാം മുന്നോട്ട് നീങ്ങുക ഒറ്റ മനസ്സോടെ, ഏക ഹൃദയത്തോടെ. അവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. ഇനിയും ഈ ആദർശ പ്രസ്ഥാനത്തെ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ.